Hi students, good morning all. Hope you all are fine. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കും കേട്ടോ. നമ്മൾ 5th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് ദ സോഴ്സസ് ഓഫ് എനർജി. എനർജി സോഴ്സുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി അല്ലേ ഫോർ സ്റ്റഡിങ്? What you can see in these figures? എന്തൊക്കെ കാണുന്നുണ്ട്? You can see a firewood stove. You can see a gas stove as well as you can see a kerosene stove. അല്ലേ, ഇതൊക്കെ കാണുന്നില്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ കുക്കിംഗ് പേർപ്പസിന് വേണ്ടിയിട്ട് ഇതുപോലെ ഡിഫറെൻറ്റ് സ്റ്റവ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ ഈ 3 കേസിലും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ സബ്സ്റ്റൻസ് ആണ് അവിടെ കത്തിക്കുന്നത്? ഫയർവുഡ് സ്റ്റവിൽ എന്താണ് കത്തിക്കുന്നത്? വി ആർ ബേണിംഗ് ഫയർവുഡ് അല്ലേ, വിറകാണ് കത്തിക്കുന്നത്. വിറക് കത്തിക്കുന്ന അടുപ്പിൽ വിറക് വേണം അല്ലേ നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. അതുപോലെ ഗ്യാസ് സ്റ്റവിന് എന്ത് വേണം? നമ്മൾക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും കത്തിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ ഗ്യാസ് വേണം അല്ലേ. ഗ്യാസ് സ്റ്റവിൻ്റെ അകത്ത് ഗ്യാസ് ഉണ്ടാവല്ലേ. അതുപോലെ കെറോസിൻ സ്റ്റവിൽ എന്ത് വേണം കത്തിക്കാൻ? കെറോസിൻ, മണ്ണെണ്ണ വേണം. അപ്പം ഈ ഡിഫറെൻറ്റ് സ്റ്റവ്സിലും ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഹീറ്റ് അല്ലേ, ചൂട് പ്രൊഡ്യൂസ് ചെയ്യാൻ. അതുവഴി കുക്കിംഗ് നടത്താനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഫയർവുഡ് സ്റ്റവിൽ ഫയർവുഡാണ്, ഗ്യാസ് സ്റ്റവിൽ ഗ്യാസ് ആണ്, കെറോസിൻ സ്റ്റവിൽ കെറോസിൻ ആണ് അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ്. അപ്പോൾ എന്താണ് നമുക്ക് ഈ സബ്സ്റ്റൻസിന് പേര് പറയാൻ പറ്റുക? വി ക്യാൻ കോൾ ദം ആസ് ഫ്യൂവൽസ്. നമുക്കതിന് എന്തെന്ന് പറയാം? ഫ്യൂവൽസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫ്യൂവൽസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So we are going to study about fuels. Fuels എന്താണ് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. So what is fuels actually? Fuels are the substances which liberate heat while burning. നമ്മുടെ ഈ ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പോൾ, കത്തിക്കുമ്പോൾ എന്താണ് അവിടെ പുറത്തേക്ക് വിടുന്നത്? ഇറ്റ് വിൽ ലിബറേറ്റ് ഹീറ്റ്. അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. നമുക്ക് കുക്കിംഗ് പേർപ്പസിന് ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലത്തെ ഫിഗറിൽ കണ്ടു അല്ലേ, ഗ്യാസ് സ്റ്റവ് വെച്ചിട്ട് വീടുകളിലൊക്കെ നിങ്ങൾ എല്ലാവരുടെ വീട്ടിൽ ഡിഫറെൻറ്റ് രീതിയിലായിരിക്കും കുക്കിംഗ് ചെയ്യുന്നത്. ഫയർവുഡ് യൂസ് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അതുപോലെ ഗ്യാസ് സ്റ്റവ് ഉണ്ടായിരിക്കും, കെറോസിൻ സ്റ്റവ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പം നമ്മൾ എന്താണ് ഈ ഫയർവുഡും കെറോസിനൊക്കെ നമ്മൾ എന്താണ് കുക്കിംഗ് പേർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതെന്താണ്? ദേ ഓൾ ആർ ഫ്യൂവൽസ്. കാരണം അതൊക്കെ കത്തിക്കുമ്പോൾ എന്താണ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നത്? എന്താണ് അവിടെ ഫോം ചെയ്യുന്നത്? ഹീറ്റ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ആ ചൂട് തട്ടിയിട്ടല്ലേ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നത്. വി ക്യാൻ പ്രിപ്പയർ അവർ ഫുഡ് അല്ലേ. എല്ലാ ഫുഡ് ഐറ്റംസ് ഒക്കെ എന്താണ് ആ ഒരു ഹീറ്റിലാണ് നമ്മൾ എല്ലാം കുക്ക് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് പെട്രോളും ഡീസലൊക്കെ കേട്ടിട്ടില്ലേ അല്ലേ. നമ്മളൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ വെഹിക്കിൾസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ചുമ്മാ അങ്ങോട്ട് പോവോ? ഇല്ല അല്ലേ. നമ്മൾ അതിലോട്ടൊക്കെ എന്താണ് ഫ്യൂവൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് പെട്രോളും ഡീസലൊക്കെ അടിച്ചു കൊടുക്കണം അല്ലേ. അപ്പോൾ സോ ദിസ് പെട്രോൾ ആൻഡ് ഡീസൽ ആർ ആക്ച്വലി എന്താണ്, അതൊക്കെ എന്താണ് ഫ്യൂവൽസ് ആണ്. അവിടെ എന്തിനാണ് പെട്രോളും ഡീസലൊക്കെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ചോറ് വെക്കാനാണോ? അല്ല, ഫോർ മൂവിങ് ഓട്ടോമൊബൈൽസ് അല്ലേ. നമുക്ക് വണ്ടികളൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നതാണ് പെട്രോള്, ഡീസൽ പോലെയുള്ളത്. അപ്പോൾ അതൊക്കെ എന്താണ് ഫ്യൂവൽസ് ആണ്. So fuels are nothing but they are the substances which liberate heat. ഹീറ്റ് ലിബറേറ്റ് ചെയ്യും, ഹീറ്റ് ചൂട് പ്രൊഡ്യൂസ് ചെയ്യും വൈൽ ബേണിങ്, അതിനെ കത്തിക്കുമ്പോൾ. അപ്പം നമ്മൾ ഈ പറഞ്ഞ ഫയർവുഡും കാര്യങ്ങളൊക്കെ എന്താണ് ഫ്യൂവലാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം സോളിഡ് ആയിട്ടുള്ള ഫ്യൂവലാണ് നമ്മുടെ ഫയർവുഡ്, വിറകൊക്കെ, അതുപോലെ കോൾ അല്ലേ, കോളും കൽക്കരി, നമ്മുടെ ഫയർവുഡൊക്കെ എന്താണ് സോളിഡ് ആയിട്ടുള്ള ഫ്യൂവൽസ് ആണ്. ലിക്വിഡ് ആയിട്ടുള്ള ഫ്യൂവൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയാണ്? നമ്മുടെ ഓട്ടോമൊബൈൽസ്, നമ്മുടെ വെഹിക്കിൾസിലൊക്കെ നമ്മൾ ഒഴിക്കുന്ന പെട്രോളും ഡീസലൊക്കെ എന്താണ് ലിക്വിഡ് ഫോമിലുള്ള ഫ്യൂവൽസ് ആണ്. അതുപോലെ ഗ്യാസസ് ഫോമിലുള്ള ഫ്യൂവൽസ് ഉണ്ടോ? അറിയോ? ഉണ്ട്. നമ്മുടെ LPG കേട്ടിട്ടില്ലേ? നമ്മുടെ ഇപ്പോൾ വീട്ടിലൊക്കെ കുക്ക് ചെയ്യുന്ന ഗ്യാസ് സ്റ്റവ് അല്ലേ, അതിലൊക്കെ LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്ന് പറയും. അതൊക്കെ എന്താണ് ഗേഷ്യസ് ഫോമിലുള്ള ഫ്യൂവലാണ്. അതുപോലെ തന്നെ CNG, ഹൈഡ്രജൻ, അതൊക്കെ ഫ്യൂവലായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അതൊക്കെ എന്താണ് ഗേഷ്യസ് ഫോമിലുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് സോളിഡ് ആയിട്ടുള്ള ഫ്യൂവൽസ് ഉണ്ട്, ലിക്വിഡ് ആയിട്ടുള്ള ഫ്യൂവൽസ് ഉണ്ട്, ഗേഷ്യസ് ഫോമിലുള്ള ഫ്യൂവൽസും ഉണ്ട്. ക്ലിയർ ആണോ? Look at the pictures. You know that the energy required for running vehicles is obtained from the fuels used in them. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് നമുക്ക് കാണാം അല്ലേ, റോഡിലൂടെയും അല്ലേ. അതുപോലെ എയറോപ്ലെയിന് പോവാറുണ്ട്, അതുപോലെ എന്താണ് കപ്പൽ അല്ലേ, ബോട്ട്, അങ്ങനെ വെള്ളത്തിലൂടെയും അതുപോലെ എയറിലൂടെയും റോഡിലൂടെയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് റൺ ചെയ്യുന്നത് കാണാറുണ്ട് അല്ലേ.
അപ്പോൾ അതിനൊക്കെ അവിടെ ഡിഫറെൻറ്റ് ഫ്യൂവൽസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സാധാരണ ബസ്സുകളിലും അതുപോലെ കാറും ജീപ്പും അങ്ങനെ റോഡിലൂടെ ഓടിക്കുന്നതിലൊക്കെ നമ്മൾ സാധാരണയായിട്ട് എന്തൊക്കെ ഉപയോഗിക്കാറുണ്ട്? പെട്രോളും ഡീസലും അതുപോലെയുള്ള ഫ്യൂവൽസൊക്കെ യൂസ് ചെയ്യും. അതുപോലെ നമ്മൾ എയ്റോപ്ലെയിന് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനും ഫ്യൂവൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഏവിയേഷൻ ഫ്യൂവൽ എന്ന് പറയുക. എയ്റോപ്ലെയിനൊക്കെ പറത്താൻ വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ഫ്യൂവൽസ് വേണമല്ലേ, അപ്പോൾ അതിന് നമ്മൾ ഏവിയേഷൻ ഫ്യൂവൽസ് എന്ന് പറയും. അപ്പം ഈ ഫ്യൂവൽസൊക്കെ എന്താണ്, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, ബൈ ബേണിങ്. ഈ പറഞ്ഞതിൽ കുക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല ഫ്യൂവൽസ് യൂസ് ചെയ്യുന്നത് അല്ലേ, നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഓടിക്കാൻ അല്ലേ, കാറും ജീപ്പും ബസ്സും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്യൂവൽ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ എയ്റോപ്ലെയിൻ അല്ലേ, ഫ്ലൈറ്റൊക്കെ മൂവ് ചെയ്യാനും നമ്മൾ അതിൽ ഫ്യൂവൽ ചെയ്യണം അല്ലേ, അതിനെയാണ് നമ്മൾ ഏവിയേഷൻ ഫ്യൂവലൊക്കെ പറയുന്നത്, നമ്മുടെ എയ്റോപ്ലെയിനിലൊക്കെ അടിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഡിഫറെൻറ്റ് പേർപ്പസിന് വേണ്ടിയിട്ട് ഫ്യൂവൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ ഫ്യൂവൽസും ബേൺ ചെയ്യുമ്പോൾ, കത്തിക്കുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ കത്തിക്കുമ്പോൾ ചൂട് അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസിനാണ് നമ്മൾ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. ഫ്യൂവൽസിന് എക്സാമ്പിളായിട്ട് ഏതൊക്കെ പറയാം? ടീച്ചർ ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ. ഫയർവുഡ് പറയാം, കെറോസിൻ പറയാം, പെട്രോൾ പറയാം, ഡീസൽ പറയാം അല്ലേ, LPG, CNG, ഹൈഡ്രജൻ, ദീസ് ഓൾ ആർ എക്സാമ്പിൾസ് ഫോർ ഫ്യൂവൽസ്. അപ്പോൾ ഫ്യൂവൽസ് എന്നുള്ള ടോപ്പിക്ക് ക്ലിയർ ആയി കാണും അല്ലേ. ഇനി അതൊക്കെ പോട്ടെ, നമ്മുടെ കാര്യം എടുക്കാം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ, എവറി ഡേ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നത് വരെ വി ആർ ഡൂയിങ് എ ലോട്ട് ഓഫ് വർക്ക്സ്. കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ, ഓടുന്നു, ചാടുന്നു, നടക്കുന്നു അല്ലേ, കളിക്കുന്നു, പഠിക്കുന്നു. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് എന്ത് വേണം? വി നീഡ് എനർജി. ഡെഫിനറ്റ്ലി വി നീഡ് എനർജി ഫോർ ദം. അല്ലെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ക്ഷീണിച്ചൊരു ഭാഗത്ത് പോയി കിടക്കൂലേ. അപ്പോൾ എവിടെ നിന്നാണ് നമുക്ക് ആ എനർജി കിട്ടുന്നത്? ഫ്രം വേർ വി ഗെറ്റ് ദിസ് എനർജി ഫോർ ഡൂയിങ് ദിസ് ഓൾ ആക്ടിവിറ്റീസ്? എവിടെ നിന്നാണ്? യെസ്, യു ഓൾ നോ ദാറ്റ് ഇറ്റ് ഈസ് ഫ്രം ഫുഡ് അല്ലേ. നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമുക്ക് ഈ എനർജി ഒക്കെ കിട്ടുന്നത് അല്ലേ. അതൊന്ന് ഭക്ഷണം കഴിച്ചാലാണ് നമ്മൾ ഉഷാറാവുക അല്ലേ, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഫുഡ് ഈസ് എ സോഴ്സ് ഓഫ് എനർജി. അതുകൊണ്ട് തന്നെ ഫുഡ് എന്ന് പറയുന്നത് എ ഗുഡ് സോഴ്സ് ഓഫ് എനർജി. എനർജിയുടെ ഒരു നല്ല സ്രോതസ്സാണ്, സോഴ്സാണ് ഫുഡ്. കാരണം അത് കഴിക്കുന്നതോടുകൂടി നമുക്ക് എന്താണ്, എനർജി കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും ഓടിച്ചാടി കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയുന്നത് അല്ലേ. ആൻഡ് ഡു ഫ്യൂവൽസ് ബേൺ ഓൺ ദെയർ ഓൺ? ഓക്കെ, ഈ ഫ്യൂവൽസ് സ്വയം അങ്ങോട്ട് കത്തുമോ? വേറെ എന്തെങ്കിലും കാരണം, വേറെ എന്തെങ്കിലും ഒരു ഫാക്ടർ വേണോ അത് കത്തിപ്പിടിക്കാൻ? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ ഡു ആൻ എക്സ്പെരിമെൻറ്റ്. എന്താണ് ചെയ്യേണ്ടത്? പ്ലേസ് എ ലൈറ്റഡ് ക്യാൻഡിൽ ഓൺ ദ ടേബിൾ ടോപ്പ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ കാണുന്ന പോലെ എന്താണ്, നമ്മളൊരു കത്തിച്ച് വെച്ച മെഴുകുതിരി ഒരു ടേബിളിൻ്റെ പുറത്ത് വെക്കുകയാണ്. ആൻഡ് കവർ ദ ലൈറ്റഡ് ക്യാൻഡിൽ വിത്ത് എ ഗ്ലാസ് ടംപ്ലർ. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു കത്തിച്ച് വെച്ച മെഴുകുതിരിനെ നമ്മളൊരു ഗ്ലാസിൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഗ്ലാസ് ടംപ്ലർ, ഏതെങ്കിലും പാത്രം, ഗ്ലാസിൻ്റെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് നമ്മൾ അതിനെ കവർ ചെയ്യാണ്, മൂടുകയാണ്. സോ വാട്ട് ഹാപ്പൻസ് ടു ദ ക്യാൻഡിൽ ഫ്ലെയിം? അപ്പോൾ നമുക്ക് എന്താ കാണാൻ പറ്റുക? ആ ക്യാൻഡിൽ ഫ്ലെയിമിന് എന്താ കാണാൻ പറ്റുക? നമുക്കറിയാമല്ലേ, അത് മൂടി വയ്ക്കുമ്പോൾ എന്താണ്, ആ ക്യാൻഡിലിൻ്റെ ലൈറ്റ് കെടും. സോ വൈ ഇസ് ദ ക്യാൻഡിൽ ഫ്ലെയിം പുട്ട് ഔട്ട്? എന്തുകൊണ്ടാണ് ആ ക്യാൻഡിൽ കെടാനുള്ള റീസൺ എന്നറിയോ? നമ്മൾ ഈ ലൈറ്റഡ് ക്യാൻഡിൽ ഗ്ലാസ് ടംപ്ലറുമായിട്ട് അടച്ചു വെക്കുമ്പോൾ എന്താണ്, അവിടെ എയർ ഉണ്ടാവില്ല, വായു കിടക്കില്ല അല്ലേ, അവിടെ എയർ ആബ്സെൻ്റ് ആവും. അപ്പം എയർ ഇല്ലാണ്ടാവുമ്പോഴെന്താണ്, ആ ലൈറ്റ്, ആ ക്യാൻഡിലിൻ്റെ ലൈറ്റ് കെടും. മനസ്സിലായോ? അപ്പോൾ ഫ്യൂവൽ മാത്രം മതി ഒരു സാധനം കത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ ബേൺ ചെയ്യാൻ. ഫ്യൂവൽ ഉണ്ടായാൽ മാത്രം പോരാ, എന്തും കൂടെ വേണമെന്ന് മനസ്സിലായി, എയറും കൂടെ വേണം എന്ന് മനസ്സിലായില്ലേ? ഹാവ് അണ്ടർസ്റ്റുഡ് ഫ്രം ദാറ്റ് എക്സ്പെരിമെൻ്റ് അല്ലേ. നമ്മൾ ക്യാൻഡിൽ എക്സ്പെരിമെൻറ്റിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഫ്യൂവൽ മാത്രം ഉണ്ടായാൽ പോരാ കത്താൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ അത്യാവശ്യമാണ്. ആൻഡ് വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് ദ എയർ. അപ്പം എയർ ഈസ് ഓൾസോ വെരി എസെൻഷ്യൽ ഫോർ ദ ഫ്യൂവൽസ് ഫോർ ബേണിംഗ്. ഓക്കെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയർ ആണ് നമ്മുടെ ഫ്യൂവൽസ് ഒക്കെ ബേൺ ചെയ്യുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയറുമായിട്ട് എന്താണ്, അത് റിയാക്ട് ചെയ്തിട്ടാണ് അത് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത്.
അതുപോലെ തന്നെയാണ് നമ്മുടെ ഫുഡിന്റെ കേസിലും. നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ എന്താണ്, അതിൽ നിന്ന് നമുക്ക് എനർജി കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ആ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് എന്തുമായിട്ട് മിക്സ് ചെയ്യണം അല്ലെങ്കിൽ റിയാക്ട് ചെയ്യണം? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യണം. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയാലോ? നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോഴല്ലേ, നമ്മൾ ബ്രീത്തിങ്ങിന്റെ സമയത്ത് വി ആർ ഇൻഹെയിലിംഗ് ഓർ ഇൻടേക്കിംഗ് ഓക്സിജൻ. അങ്ങനെ നമ്മുടെ ബോഡിക്ക് അകത്തുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് വി ആർ ഗെറ്റിംഗ് എനർജി. അപ്പോൾ ഏതൊരു ഫ്യൂവൽ ബേൺ ചെയ്യണമെങ്കിലും what is needed? എയർ ഈസ് നീഡഡ്. അപ്പോൾ ഫ്യൂവല് മാത്രം ഉണ്ടായാൽ പോരാ, എയറും കൂടെ ഉണ്ടാവുമ്പോഴാണ് അത് ശരിക്ക് ബേൺ ചെയ്തിട്ട് അതിൽ നിന്ന് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വി വിൽ ഗെറ്റ് എനർജി. ക്ലിയർ ആണോ? അപ്പം മനസ്സിലായില്ലേ? നമ്മുടെ അമ്മമാരൊക്കെ മദേഴ്സൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഫയർവുഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് കുക്ക് ചെയ്യുന്നതെങ്കിൽ, പ്രോപ്പറായിട്ട് കത്തുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ കാണാറുണ്ടോ? കിച്ചണിലൊക്കെ പോയി നോക്കാറുണ്ടോ? അപ്പം അമ്മമാരില്ലേ ഒരു ചെറിയ കുഴൽ ഉപയോഗിച്ചിട്ട് അടുപ്പിലേക്ക് ഇങ്ങനെ ഊതുന്നത് കാണാൻ പറ്റും അല്ലേ? ബ്ലോ ചെയ്യുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഊതുമ്പോഴെന്താണ്, അടുപ്പിലോട്ട് എന്താണ് എത്തുന്നത്? എയർ ആണല്ലേ, വായു എത്തും. അപ്പം ആ വായു ഉണ്ടാകുമ്പോഴാണ് പ്രോപ്പറായിട്ട് ആ ഫ്യൂവല് കത്തുക. അപ്പം നമ്മുടെ അടുപ്പൊന്നും ശരിക്ക് കത്താണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ PVC ഒരു പൈപ്പ് അല്ലെങ്കിൽ ഒരു കുഴൽ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ ബ്ലോ ചെയ്യാറുണ്ട്, എയർ ബ്ലോ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് അടുപ്പിലേക്ക് ഊതാറുണ്ട്. അപ്പോഴെന്ത് കിട്ടും? അവിടെ സഫീഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ അല്ലേ, എയർ അവിടെ കിട്ടും. അങ്ങനെ ആ ഫയർവുഡ് നന്നായിട്ട് ബേൺ ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഫുഡൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുക. അപ്പം അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അമ്മമാരെന്തിനാണ് അങ്ങനെ ഊതുന്നത് എന്ന് ക്ലിയർ ആയോ? What you can see in this figure, there is a lady cooking food അല്ലേ? ഒരു വിമൻ ഫുഡ് കുക്ക് ചെയ്യാണ്. ഫിഗർ നന്നായിട്ട് ശ്രദ്ധിച്ചോ? ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് അല്ലേ ആ ലേഡി കുക്ക് ചെയ്യുന്നത്. നിങ്ങൾ അവിടുത്തെ വിൻഡോ ശ്രദ്ധിച്ചോ? വിൻഡോ തുറന്നാണോ കിടക്കുന്നത്, അടച്ചാണോ കിടക്കുന്നത്? അടച്ച് കിടക്കുകയാണ് അല്ലേ? അങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്, അടഞ്ഞൊരു സ്ഥലമാണ്. അപ്പം നന്നായിട്ട് എയറൊക്കെ ഉണ്ടാവുമോ? കിച്ചണിൽ നല്ല എയർ ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ എയർ ഇല്ല എന്നുണ്ടെങ്കിൽ ഫയർവുഡ് നന്നായിട്ട് ബേൺ ചെയ്യുമോ? നമ്മൾ എന്താ പഠിച്ചത്? ഫയർവുഡൊക്കെ നന്നായിട്ട് കത്തിപ്പിടിക്കണമെങ്കിൽ നല്ല അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് എയർ വേണം അല്ലേ? അപ്പോൾ ഈ ഫിഗറിൽ വിൻഡോയും ഡോറും ഒക്കെ ക്ലോസ് ചെയ്തിട്ടാണ് ഈ ലേഡി കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, ആവശ്യത്തിനുള്ള എയർ പ്രസൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഫയർവുഡ് നന്നായിട്ട് കത്തുന്നില്ല, ആകെ പുക വരുന്നുണ്ട്. ഒരുപാട് ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ ആ ലേഡി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ എന്ത് ചേഞ്ചാണ് അവിടെ വരുത്തേണ്ടതെന്ന് മനസ്സിലായോ? ഇഫ് ദാറ്റ് വിൻഡോസ് ആൻഡ് ഡോർസ് ആർ ഓപ്പൺ അല്ലേ, കിച്ചണ് നന്നായിട്ട് വെന്റിലേറ്റഡ് ആയാൽ, അതായത് ആവശ്യത്തിലേറെ ഓക്സിജൻ അല്ലേ, എയർ കടക്കുന്ന രൂപത്തിലായാൽ എന്താണ്, ആ ഫയർവുഡ് സ്റ്റവ് അല്ലേ, ആ വിറക് കത്തിക്കുന്ന അടുപ്പ് നന്നായിട്ട് കത്തും. അപ്പോൾ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ പോവും അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ്, കിച്ചൺ എപ്പോഴും വെന്റിലേഷൻ ഉള്ള ഭാഗമായിരിക്കണം. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ ധാരാളം വായു കടക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കിച്ചണൊക്കെ. അവിടെയല്ലേ നമ്മൾ കുക്കൊക്കെ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം അല്ലേ? ഓക്കെ, നൗ വി ക്യാൻ ലുക്ക് വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് എ ഗുഡ് സ്റ്റവ്. ഒരു നല്ല സ്റ്റവിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് പെക്യുലാരിറ്റീസ് നോക്കാം. ഒരു നല്ല ഗുഡ് സ്റ്റവ് ആണെങ്കിൽ ഇറ്റ് പ്രൊഡ്യൂസസ് മാക്സിമം ഹീറ്റ് ഫ്രം ദ ഫ്യൂവൽ യൂസ്ഡ്. ഏത് ഫ്യൂവലാണോ യൂസ് ചെയ്യുന്നത് അതിൽ നിന്നും മാക്സിമം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ ഫയർവുഡ് സ്റ്റവിൽ ഏതാണ്, ഫയർവുഡ് ആണല്ലേ അവിടുത്തെ ഫ്യൂവല്. അതുപോലെ ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ LPG പോലുള്ള ഗ്യാസാണ്. കെറോസിൻ സ്റ്റവിൽ കെറോസിൻ അല്ലെങ്കിൽ മണ്ണെണ്ണയാണ് അവിടുത്തെ ഫ്യൂവൽ. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവലിൽ നിന്നും മാക്സിമം എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഒരു നല്ല സ്റ്റവ്. ഓക്കെ, അതുപോലെ എയർ പാസേജ് ഷുഡ് ബി സ്മൂത്ത്. നന്നായിട്ട് എന്താണ്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള വായു അല്ലേ പാസ് ചെയ്യണം. അപ്പോഴാണ് പ്രോപ്പറായിട്ട് ആ സ്റ്റവ് കത്തുക. ഓക്കെ, അതുപോലെ തന്നെ ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഷുഡ് റീച്ച് ദ വെസൽ ഫുള്ളി. അതായത് ആ അടുപ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്താണ്, ആ വെസലിൽ മുഴുവൻ എത്തുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അല്ലേ, ഒരേപോലെ ഫുള്ളായിട്ട് ഹീറ്റ് എത്തുമ്പോഴെന്താണ്, നമുക്ക് കുക്കിംഗ് കുറച്ചും കൂടെ ഈസി ആവും അല്ലേ, പെട്ടെന്നാവും. കുക്ക് ചെയ്യുന്നതൊക്കെ പെട്ടെന്നാവും. അതുപോലെ തന്നെ ഫ്യൂവലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കുറേ ഫ്യൂവൽ ഇല്ലാതെ തന്നെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരേപോലെ വെസലിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഒക്കെ ഹീറ്റ് എത്തിയാൽ. അപ്പോൾ അതും ഒരു നല്ല സ്റ്റൗവിൻ്റെ പെക്യുലാരിറ്റിയാണ്. ആൻഡ് ഓൾസോ ദർ ഷുഡ് ബി പ്രൊവിഷൻ ഫോർ സ്മോക്ക് ടു എസ്കേപ്പ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും സ്മോക്കൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അത് പോവാൻ, അതിന് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു വഴി ഉണ്ടായിരിക്കണം. കിച്ചണൊക്കെ എപ്പോഴും വെന്റിലേറ്റഡ് ആവണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കുക്കിങ്ങിൻ്റെ സമയത്ത് ഉണ്ടാവുന്ന പുകയും ഇതൊക്കെ എന്താണ്, പുറത്തേക്ക് കടക്കാനുള്ള വഴികൾ ഉണ്ടായിരിക്കണം. അതിനുള്ള ഹോൾസും വിൻഡോസും വെന്റിലേഷനും ഒക്കെ ഉണ്ടായിരിക്കണം.
ക്ലിയർ ആയോ? അങ്ങനെയൊക്കെ ആകുമ്പോൾ നല്ല ഒരു സ്റ്റവ് ആയിരിക്കും, നല്ല ഈസി ആയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും, ഫ്യൂവൽ നമുക്ക് മാക്സിമം കുറയ്ക്കാനും പറ്റും. അപ്പോൾ മനസ്സിലായോ ഒരു നല്ല സ്റ്റവിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് ക്ലിയർ ആയോ? Okay, so we have studied about fuels. Fuels എന്താണ്, അതിന് എക്സാമ്പിൾസ് അല്ലേ, ബോത്ത് സോളിഡ് ഫ്യൂവൽസ്, ലിക്വിഡ് ഫ്യൂവൽ, ഗേഷ്യസ് ഫ്യൂവൽസ്, അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് പഠിച്ചു. പിന്നെ എന്താണ്, ഫ്യൂവൽ ബേൺ ചെയ്യണമെങ്കിൽ വൺ തിങ് ഈസ് വെരി എസെൻഷ്യൽ, ദാറ്റ് ഈസ് എയർ അല്ലേ. എയർ അത്യാവശ്യമാണ് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പം ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.